അകത്തേക്ക് വരാവോ? കല്യാണം തീരുമാനിച്ചൊക്കെ അറിഞ്ഞു. പിന്നെ ഇവിടുത്തെ മിനിയുടെ ഒരു മാല സുധിയുടെ കയ്യിലായ വിവരം ഇപ്പോഴാ അറിഞ്ഞതേ. അപ്പൊ അത് തിരിച്ചു തന്നിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിച്ചിട്ട് പോകാന്ന് തിരിച്ചു വന്നാ. ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം. വാ. പറയാൻ പാടില്ലാത്ത ചിലതൊക്കെ ഞാനും പറഞ്ഞു പോയിട്ടുണ്ട്. നേരിൽ വന്നു കണ്ട് എല്ലാം മറക്കണമെന്ന് പറയാതിരിക്കുകയായിരുന്നു. വരൂ, അകത്തോട്ടിരിക്കാം. സുധിയുടെ അമ്മ അച്ഛനമ്മച്ചി. എന്റെ ഈശോയെ, എന്നിട്ടാണോ വന്ന കാലയിൽ അങ്ങ് നിന്ന് കളഞ്ഞേ? വാ, അകത്തോട്ടിരിക്കാം. ഗ്രേസിയേ, ലാലമ്മേ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. മോള് പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. കല്യാണ വീട്ടിൽ വരുന്ന ആദ്യത്തെ വിരുന്നുകാരാ. ഇങ്ങോട്ടിരുന്നാട്ടെ. കല്യാണ തീയതിയൊക്കെ നിശ്ചയിച്ചോ? ഇല്ല, അവർക്കും ധൃതിയുണ്ട്. അതുകൊണ്ട് മിക്കവാറും അടുത്ത വ്യാഴാഴ്ച ആവും കല്യാണം. ഇത് മിനിയുടെ മാലയാ. സുധിയുടെ കയ്യിലായി പോയി. ബുദ്ധിമോശം കൊണ്ട് എന്റെ മോൻ ചെയ്തു പോയതിനൊക്കെ ഞാൻ മാപ്പ് പറയാണ്. ഒക്കെ മറക്കണം. എന്തിനാ ഇനി അതിനെ കുറിച്ചൊക്കെ പറയുന്നേ? വെറുതെ എല്ലാവർക്കും വിഷമാവില്ലേ? എല്ലാവർക്കും എല്ലാം മറക്കാൻ കഴിയണേന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ എനിക്കിപ്പോ. ഞാൻ കണ്ടിട്ടില്ല മോനെ. അതില് ഏതാ? സുധി, അമ്മച്ചിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. മിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ഞാനാ. മറന്ന് മാപ്പ് തരണം എനിക്ക്. അയ്യോ, എന്തിനാ ഇങ്ങനെയൊക്കെ? തിരിച്ചു തന്നില്ല എന്റെ മോളെ. അതിന് ഞാനെങ്ങനെ നന്ദി പറയും? വിഷമിക്കരുത് മോൻ. ഒന്നിനും. ആദ്യം കല്യാണം വിളിക്കേണ്ടത് മോന്റെ അമ്മയായിരിക്കണമെന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു വെച്ചിരിക്കുക അവള്. മിനിയാന്റെ കെട്ടാമെന്നാണോ? പറ, മിനിയാന്റെ കെട്ടാമെന്നാണോ? അല്ല. പിന്നെ പിന്നെന്തിനാ വന്നേ? ഞങ്ങൾ എന്നാ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ഓ, വന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം. ശരി. പോവാം. ഞങ്ങൾ ഇറങ്ങാ. എന്റെ മോളോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ. നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോ അവള് പൊട്ടിക്കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. കല്യാണമല്ലേ അവളുടെ.
ഒന്ന് അനുഗ്രഹിച്ചിട്ടെങ്കിലും പോയിക്കൂടെ? എന്ത് പറഞ്ഞാ ഞാൻ ഇവിടെ അനുഗ്രഹിക്കേണ്ടത്? എങ്ങനെയാ ഞാൻ ഇവിടെ അനുഗ്രഹിക്കേണ്ടത്? എന്റെ മോളല്ലേ, ഇങ്ങ് തന്നേര്, ഞാൻ നോക്കിക്കോളാം അവളെ പൊന്നുപോലെ. എടുത്തോണ്ട് പോക്കോ. എന്നിട്ട് അവിടെ ചെറുക്കനെ അവക്കം കൊടുത്തേന്. അമ്മച്ചി, അമ്മച്ചി എന്തായി പറഞ്ഞേ? ഏറ്റ തള്ളയ്ക്ക് മനസ്സിലാവുള്ളൂ. അതല്ല, ചങ്ക് പറിച്ചെടുത്തോണ്ട് പോകുന്ന വേദനയും കടിച്ചമർത്തി അവള് നിന്നത് കണ്ടില്ലേ നിങ്ങളൊക്കെ? അവിടെ ഇഷ്ടം നടത്തി കൊടുക്കണം മക്കളെ. അമ്മച്ചി, ഇത് ഞാൻ പറയാനിരുന്ന അമ്മച്ചി. ഒത്തിരി വേദനിപ്പിച്ചു അല്ലേ അമ്മ? ഇവൻ അവളെക്കാൾ നല്ലതിനെ കണ്ടെത്താൻ എനിക്ക് പറ്റില്ല. എന്താടാ നോക്കി നിൽക്കുന്നേ? പോയി വിളിച്ചോണ്ട് വാടാ നിന്റെ പെണ്ണിനെ. വിളിച്ചോണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തരിക, പൂർണ്ണ മനസ്സോടെ ഞങ്ങളായിട്ട് തരിക. എന്നാ പിടിച്ചോ ഞങ്ങളുടെ പൊന്നലിയെത്തിയെ. എന്താടാ നോക്കി നിൽക്കുന്നേ? പറന്നോടാ, എവിടെ വേണമെങ്കിലും പറന്നു. ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ല നിങ്ങൾക്കിനി. സ്വതന്ത്രരാ, ഈ ലോകം നിങ്ങളുടെതാ. നോക്കി നിൽക്കാതെ വിളിച്ചോണ്ട് പോടാ കൂട്ടുകാര്. വാടാ, വാ.